നമസ്കാരം. നമുക്കറിയാം ഓൺട്രപ്രണേഴ്സാണ് കൊടുക്കുന്ന കൈകൾ, ബാക്കിയുള്ളവരൊക്കെ വാങ്ങുന്ന കൈകളാണ്. നമ്മുടെ ഒരു റിസർച്ച് പ്രകാരം കേരളത്തിൽ 25 ലക്ഷം ഓൺട്രപ്രണേഴ്സ് ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഓൺട്രപ്രണറുടെ അയാളും അയാളുടെ വൈഫും 2 മക്കളും കൂടുമ്പോൾ 1 കോടി ആളുകളായി. ആവറേജ് നമുക്ക് ഒരു ഓൺട്രപ്രണേഴ്സിന് 4 സ്റ്റാഫ് ഉണ്ട് എന്ന് പരിഗണിക്കുകയാണെങ്കിൽ വീണ്ടും 1 കോടിയായി. ദാറ്റ് മീൻസ് 2 കോടി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ 60%. ഇനി ഈ 25 ലക്ഷത്തിലുള്ള ഈ ഓൺട്രപ്രണേഴ്സിന് അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ആരോടാണ് പറയുക? കുടുംബത്തിൽ പറയാൻ പറ്റുമോ? സുഹൃത്തുക്കളോട് പറയാൻ പറ്റുമോ? സ്വന്തം വൈഫിനോട് പോലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ സക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ട് അവസാനം വല്ല ഫിസിക്കൽ അസുഖങ്ങളോ അറ്റാക്കുകളൊക്കെ ആയിട്ട് പ്രയാസപ്പെടുന്ന വലിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ മലയാളി ഓൺട്രപ്രണേഴ്സ് കടന്നു പോകുന്നത് എന്നുള്ളതൊരു സത്യമാണ്. എന്താണ് ഇതിന് പരിഹാരം? നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായി ഇതിനു വേണ്ടി കേരളത്തിലെ ലീഡിങ് MBA കോളേജുകളിലും IIMകളിലൊക്കെ എക്സ്പേർട്സുകളും സെഗ്മെൻറ്റ് എക്സ്പേർട്സുകളെല്ലാം ഒരുമിച്ച് കൊണ്ട് ഇത്തരത്തിലുള്ള ഓൺട്രപ്രണേഴ്സിന് പ്രാക്ടിക്കൽ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി, മാത്രമല്ല അടുത്തൊരു 2 വർഷം കൊണ്ട് 1000 ഓൺട്രപ്രണേഴ്സിനെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ, അത് ഫ്രീ ആയിട്ടും പെയ്ഡായിട്ടും ചെയ്യുക എന്നുള്ള വലിയൊരു വിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആളുകൾ, കേരളത്തിലുള്ള ഇത്രയും എക്സ്പേർട്സുകളെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഇത്തരം വലിയൊരു മിഷന് വേണ്ടി യോജിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു ഓൺട്രപ്രണറുടെ 6 സിറ്റുവേഷൻസ്, അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും പ്രയാസമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഹ്യൂജ് ലയബിലിറ്റി ദാൻ അസറ്റ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അസറ്റിനേക്കാൾ കൂടിയൊരവസ്ഥ വരാനുണ്ട്. പല ആളുകൾക്കും കോവിഡിന് മുമ്പ് അസറ്റാണ് കൂടുതലെങ്കിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അസറ്റിനേക്കാൾ ലയബിലിറ്റി കൂടിയ ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും ക്രൂഷ്യൽ അവസ്ഥ എന്നുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഫണ്ട് ഇഷ്യൂസ്. എക്സ്പെൻസ് ഈസ് മോർ ദാൻ ഇൻകം. വരവിനേക്കാൾ ചിലവുള്ള അവസ്ഥയാണ് രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് 24/7 ഡേയ്സ് ബിസി എന്ന് പറയും. 24 മണിക്കൂറും എന്താണ് പറയുക, 365 ദിവസവും ഭയങ്കര ബിസി എന്ന് പറയുന്ന ഒരു സിസ്റ്റവും ഇല്ലാത്തൊരവസ്ഥയാണ്. നാലാമത്തതാണ് ഞാൻ മനസ്സിലാക്കി മറ്റൊരവസ്ഥ, ബിസിനസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ ലിക്വിഡിറ്റി ഇല്ല, ഫണ്ടില്ല എന്നുള്ളത്. അഞ്ചാമത്തതാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് മോഡലിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. ആറാമത്തെ ഒരവസ്ഥയാണ് അയാൾക്ക് അതിനൊന്നുകിൽ എക്സ്പാൻഡ് ചെയ്യണം അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യണം, ഒന്നുകിൽ സ്ഥാപനം പൂട്ടണം അല്ലെങ്കിൽ ഇതിനെ വലുതാക്കണം. ഇതിനെന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ 6 അവസ്ഥകളിലൂടെയാണ് ഒരു ഓൺട്രപ്രണർ ഇപ്പം നിൽക്കുന്ന 6 അവസ്ഥകൾ ഇതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ഓൺഗോയിങ് ഓൺട്രപ്രണേഴ്സ് ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 7 ചലഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊമോട്ടേഴ്സ് പ്രസൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓൺട്രപ്രണറുടെ ഓണർ അവിടെ പ്രസൻ്റ് ആയിട്ട് 24 hours ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നടക്കുകയും അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നാൽ നടക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഓൺട്രപ്രണേഴ്സ് ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. റവന്യൂവും എക്സ്പെൻസും തമ്മിൽ എത്രമാത്രം മാച്ച് ആവുന്നു എന്നുള്ളത്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന ക്യാഷും ഓരോ മാസം നമ്മുടെ സ്ഥാപനത്തിൽ തിരിച്ചു പോകുന്ന ക്യാഷുകൾ തമ്മിൽ മാച്ചായിട്ടില്ല എങ്കിൽ, അതായത് വരവ് കുറവും ചിലവ് കൂടുതലും ആകുന്ന അവസ്ഥ വന്നാൽ നമ്മളതിന് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടേണ്ടതാണ്. മൂന്നാമത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാറ്റേൺ ഡിസ്റപ്ഷൻ എന്നൊക്കെ പറയും. നമുക്കറിയാം, നമ്മളൊരു കാലത്ത് നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ കച്ചവടം എന്ന് പറഞ്ഞത് 10 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് 12 രൂപയ്ക്ക് വിൽക്കലായിരുന്നു. എന്നാൽ 10 രൂപ എന്നുള്ള കോസ്റ്റ് കൂടി 10-20, 10-40, 10-90 ആയി. MRP എന്ന് പറയുന്ന 12 രൂപ ഇവിടുത്തെ ഓൺലൈനും ഹൈപ്പർ മാർക്കറ്റെല്ലാം വന്ന് 11.80 11.60 10-90 വാങ്ങിച്ച് 11.60 വിറ്റാൽ ഇപ്പോൾ ഇത് മുതലാവില്ല. വലിയൊരു ശതമാനം ട്രഡീഷണൽ കച്ചവടക്കാർ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ പാറ്റേൺ ഡിസ്റപ്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സമ്പ്രദായങ്ങൾ മാറിമറിഞ്ഞു എന്ന് പറയുന്ന. ആരാണ് ഇതിന് ഉത്തരവാദി? എന്താണ് ഇതിന് പരിഹാരം? അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഷോർട്ട് ഓഫ് ഓൾഡ് കസ്റ്റമർ. അത് നമുക്ക് പഴയ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരികയും എന്നാൽ അതിന് ആനുപാതികമായിട്ട് പുതിയ കസ്റ്റമേഴ്സ് വരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഓൺഗോയിങ് ഓൺട്രപ്രണേഴ്സ് നിൽക്കുന്ന മറ്റൊരു ചലഞ്ച്. അടുത്തൊരു ചലഞ്ചായിട്ട്, അഞ്ചാമത്തെ ഒരു ചലഞ്ചായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഐ നോ എവരിത്തിങ് ബൈ എക്സ്പീരിയൻസ്. ഇത്രയും കാലത്തെ ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ഓൺട്രപ്രണേഴ്സ്. പിന്നെ ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രത്യേകത ഞാനടക്കം നമുക്കറിയാത്തതൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നതുകൊണ്ട്, നമുക്കറിയാത്തത് കൊണ്ട് അങ്ങനെ സംവിധാനം ഇല്ല എന്നർത്ഥമില്ല, നമുക്കറിയില്ല എന്നർത്ഥമേ ഉള്ളൂ. നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാലം 100-200 ഓൺട്രപ്രണേഴ്സായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഇടപഴകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം,
ഈ ആളുകൾ അവിടെ എത്തി അതേപോലെ റിസോർട്ടിലൊക്കെ വന്നിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ അവരുടെ പ്രയാസങ്ങൾ പറയാൻ തുടങ്ങുമ്പം ഇദ്ദേഹം പറയും ഇയാളുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങും. കൂടുതലുള്ള ആളുകളൊക്കെ SLC തോറ്റു, ഞാനും SLC തോറ്റു എന്ന് പറയാൻ നമുക്ക് മടിയില്ലാത്തതുപോലെ അപ്പം മാത്രമാണ് അവരുടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് തുറക്കുള്ളൂ. ഇത് മനസ്സ് തുറന്ന് പ്രശ്നം പറഞ്ഞാൽ മാത്രമേ സൊല്യൂഷൻ കിട്ടുള്ളൂ എന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആറാമത്തെ ഏറ്റവും സാധാരണ മൈ ബിസിനസ് ഈസ് സ്പെഷ്യൽ. എൻ്റെ ബിസിനസ് ഒരു പ്രത്യേക ബിസിനസ്സാണ്, നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗം ഓൺട്രപ്രണേഴ്സും ഉണ്ടെന്നില്ലാണ് ആറാമത്തെ. ഏഴാമത്താണ് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ 2.5 വർഷമായിട്ട് റിസർച്ച് നടത്തിയൊരു ഏരിയയാണ് ഇമോഷണൽ പ്രോബ്ലം വേഴ്സസ് ലോജിക് റീസൺസ് ആൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓൺട്രപ്രണറുടെ. പലപ്പോഴും ഞാൻ ഈ കൺസൾട്ടൻസിയിലൊക്കെ റിസർച്ച് നടത്തിയപ്പോൾ എന്തുകൊണ്ട് 70% കൺസൾട്ടൻസി റിസൾട്ട് ഉണ്ടാക്കുന്നില്ല എന്ന് റിസർച്ച് നടത്തിയപ്പോഴൊക്കെ എനിക്ക് കിട്ടിയൊരു സാധനമാണ് ഇമോഷണൽ പ്രോബ്ലം ലോജിക് റീസണും പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ബിസിനസ്സിൽ ഫണ്ട് ഫ്ലോ വരുന്നില്ല എന്നുള്ളത് ആ ബിസിനസ് മോഡലിൻ്റെ പ്രശ്നമാണ്. ഒരു കാലത്ത് ഫണ്ട് ഫ്ലോ വന്നിരുന്ന ബിസിനസ് ഇപ്പോൾ ഫണ്ട് ഫ്ലോ വരുന്നെങ്കിൽ ആ ബിസിനസ് മോഡലിൽ എവിടേക്കോ റീസ്ട്രക്ചർ ചെയ്യണം, എവിടെയൊക്കെയോ പ്രശ്നമുണ്ട്. ഇതൊരു ബിസിനസ് എക്സ്പേർട്സ് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഫണ്ട് ഫ്ലോ വരാത്തത് കൊണ്ട് ആ ഓൺട്രപ്രണർ ഫേസ് ചെയ്യുന്ന കുറേ സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാവും. അവർക്ക് സപ്ലൈസിന് പൈസ കൊടുക്കാൻ കഴിയില്ല, സ്റ്റാഫിന് കൊടുക്കാൻ കഴിയില്ല, ഈവൻ എവിടെയെങ്കിലും ഫണ്ട് റോൾ ചെയ്ത പോലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം വിളിച്ചു ചോദിക്കുന്ന ഒരു സമയം ഇതുണ്ട്, നാസിഫായി നമുക്ക് കുറച്ച് ക്യാഷ് എവിടെയെങ്കിലും കിട്ടുമോ, നമുക്ക് കടോ ലോണോ ഒക്കെ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ, നമുക്കൊരു 3 മാസം കൊണ്ട് തിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറയും. ഇനി ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും കുറച്ച് പൈസ കിട്ടിയെന്ന് വിചാരിക്കാം. ഇത് 3 മാസം കഴിയുമ്പോൾ ഈ പ്രോബ്ലം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ പ്രോബ്ലമാണ് അദ്ദേഹം പൈസ കൊണ്ട് തീർത്ത്. ഏറ്റവും കൂടുതൽ ചൂടാകുന്ന അല്ല ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള പൈസ കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഇമോഷണൽ പ്രോബ്ലമേ തീർന്നിട്ടുള്ളൂ, അതിന് ലോജിക് റീസൺ വേറെ ആയിരിക്കും. അപ്പോൾ ഇമോഷണൽ പ്രോബ്ലം സത്യത്തിൽ ബിസിനസ് എക്സ്പേർട്സുകളല്ല ചെയ്യേണ്ടത്, അത് സൈക്കോളജിസ്റ്റ് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഈ ഇമോഷണൽ പ്രോബ്ലത്തിൻ്റെയും ലോജിക് റീസണിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത്. ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ നന്നാക്കുന്ന പണിയാണ് ഇതിൻ്റെ എക്സ്പേർട്സുകൾ ചെയ്യേണ്ടത്. അദ്ദേഹം ഒരേ സമയത്ത് മെക്കാനിക്കായിരിക്കണം, സർക്കസുകാരനായിരിക്കണം. ഇതാണ് ഇമോഷണൽ പ്രോബ്ലം വേഴ്സസ് ലോജിക് റീസൺ ആൻഡ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടും 7 മാർക്കറ്റ് ചലഞ്ചസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻസ് പറഞ്ഞു, ബിസിനസ്സിൻ്റെ പ്രധാന ചലഞ്ചസ് പറഞ്ഞു. ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് ബിസിനസ്സിൻ്റെ സിറ്റുവേഷൻ ആവട്ടെ, ബിസിനസ്സിൻ്റെ ചലഞ്ചസ് ആവട്ടെ, എല്ലാം നമ്മൾ പരമ്പരാഗതമായി അല്ലെങ്കിൽ ട്രഡീഷണലി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, പ്രത്യേകിച്ചും കോവിഡിനൊക്കെ ശേഷം, നമുക്ക് ഇനി ബിസിനസ് പരമ്പരാഗതമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള വലിയൊരു സത്യം നമുക്കറിയാം. അതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്മാർട്ട് CEO എന്നുള്ള പേര് പോലും നമ്മൾ CEO എന്ന് പറയുന്നത് ചേഞ്ച് ഓൺട്രപ്രണേഴ്സ് ഓർഗനൈസേഷനിൽ ഇതാണ്. അതായത് ഇനി നമുക്ക് ഓർഗാനിക്കായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഓർഗനൈസേഷനിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ കസ്റ്റമർ ബിഹേവിയർ പാറ്റേൺ എല്ലാം വളരെയധികം ചേഞ്ചായി. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വിൽക്കണമെന്ന് ലോകത്ത് നമുക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. വാങ്ങുന്ന ആളുകൾക്ക് 100 കണക്കിന് ഓപ്ഷൻ ഉണ്ട്. പലപ്പോഴും അവർ തിരയുന്ന സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, 90% ബിസിനസ് സെഗ്മെൻറ്റുകളും കഴിഞ്ഞ 10 വർഷമായിട്ട് 20 ഇരട്ടിയും 50 ഇരട്ടിയൊക്കെ ഗ്രോത്താണ്. നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസും ഗംഭീര ഗ്രോത്താണ്. എന്നാൽ അത് നമ്മുടെ ഗ്രോത്ത് അതിന് ആനുപാതികമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ഏതെങ്കിലും ബിസിനസ് സെഗ്മെൻറ്റിൽ ആരെങ്കിലുമൊക്കെ അതിൽ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഉണ്ടല്ലോ. ഇത് പ്രൊഫഷണലി കൊണ്ടുപോകാൻ വേണ്ടുന്ന ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ടുള്ള ബിസിനസ്സിലെ ചലഞ്ചസിനെയും ബിസിനസ്സിലെ സിറ്റുവേഷനെയും എല്ലാം ക്രോഡീകരിച്ചു കൊണ്ട് ഒരു 7 ബിസിനസ് ഫംഗ്ഷനാണ് നമുക്ക് പ്രൊഫഷണലി ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരും, നമ്മൾ എത്ര വലിയ ടേൺ ഓവറുള്ള ബിസിനസ് സാമ്രാജ്യമാണെങ്കിലും ചെറിയ ബിസിനസ് ആണെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏർപ്പാടിൽ നിന്നും ബിസിനസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ആളാണെങ്കിലും, അതുമല്ലെങ്കിൽ നമുക്ക് പ്രൊഫഷണലി ഒരു ബിസിനസ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ ഈ 7 ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ റിസർച്ചിലും പഠനത്തിലും നമുക്ക് മനസ്സിലായത്. അതിലൊന്നാമത്തത് എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയും. ബിസിനസ് മാനേജ്മെൻറ്റ് നമുക്ക് 2 കഷ്ണമാക്കിയാൽ, ഒന്ന് ബിസിനസ് ലീഡർഷിപ്പും സ്ട്രാറ്റജി ബിൽഡിങ്ങുമാണ്. നമുക്കറിയാം നമ്മുടെ പർപ്പസ്, വിഷൻ, മിഷൻ, ഗോള്, വാല്യൂസ് എല്ലാം ഇതിൽ വരുന്നതാണ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ബിസിനസ് ലീഡർഷിപ്പും പിന്നെ ബിസിനസ് സ്ട്രാറ്റജി ക്രിയേഷനുമാണ്. ഇത് ആ ഓൺട്രപ്രണർക്ക് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനിലും
നമ്മൾ മുന്നോട്ടുള്ള യാത്ര. 7 ബിസിനസ് ഫംഗ്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തത് മാർക്കറ്റിംഗ് എന്നാണ്. ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് നമുക്കറിയാം, എവറിത്തിങ് ഈസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഈസ് എവറിത്തിങ് എന്ന് പറയുന്ന മാർക്കറ്റിങ്ങിന് വേണ്ടുന്ന ബഡ്ജറ്റിങ്ങും ടാർഗറ്റും സ്ട്രാറ്റജീസും എല്ലാം നമ്മൾ വളരെ ബുദ്ധിപരമായിട്ടും വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താലാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്കറിയാം, പണ്ടൊക്കെ നമുക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്നുള്ളതാണ്. മൂന്നാമത്തത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് റവന്യൂ സ്ട്രീംസ് ആണ്. നമുക്കറിയാം, നമ്മുടെ സ്ഥാപനത്തിൽ സെയിൽസ് കുറവുണ്ട് എങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ ഒരു കേസ്, നമുക്ക് റവന്യൂ വരുന്ന ഒരു ബിസിനസ്സിലേക്ക് പൈസ വരുന്ന ഒരൊറ്റ ഏരിയ എന്ന് പറയുന്നത് സെയിൽസ് മാത്രമല്ല സെയിൽസിലൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു ഓപ്പറേഷണൽ പ്രോഫിറ്റ് മോഡലാണ്. നമുക്ക് ഏറ്റവും അവസാനത്തുനിന്ന് മാത്രമാണ് പൈസ കിട്ടുന്നത്. പക്ഷേ ആ അവസാനത്തെ സ്റ്റെപ്പിൽ തന്നെ പൈസ കിട്ടാതിരിക്കാനുള്ള ഒരുപാട് സാധ്യതകളുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പം ഈ സെയിൽസും ഡിഫറെൻറ്റ് റവന്യൂ സ്ട്രീംസുമായി ബന്ധപ്പെട്ടതാണ് സെയിൽസ് എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പറേഷനാണ്. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റ് എവിടുന്നാണോ മാനുഫാക്ചർ ചെയ്തത് അവിടുന്ന് ഏറ്റവും അവസാനത്തെ എൻഡ് കൺസ്യൂമർക്ക് എത്തുന്നത് വരെയുള്ള വ്യത്യസ്തമായ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ അടങ്ങുന്ന നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്ന മേഖല, അതിൻ്റെ പ്രോസസ്സും അതിൻ്റെ SOP സിസ്റ്റവും ഒക്കെ നമ്മൾ ഗംഭീരമായിട്ട് ഫോളോ അപ്പ് ചെയ്തേ പറ്റൂ. അഞ്ചാമത്തത് എന്ന് പറയുന്നത് ലീഗൽ, അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. എനിക്ക് ലീഗൽ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഇത് എന്തായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ്. ഈ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസിലാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓൺട്രപ്രണേഴ്സ് കുറച്ചും കൂടി അവയർനെസ് ഉണ്ടാവേണ്ടത്. നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ബിസിനസ് ക്ലിനിക്കിൻ്റെ ആൾ എന്ന നിലയിൽ നമുക്കതിനൊരു ക്ലിനിക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടമാണ്, ഫിനാൻസ് എന്ന് പറയുന്നത് സർജറിയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, അക്കൗണ്ട്സ് എപ്പോഴും കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെ പറ്റിയുള്ള കണക്കുകളും കാര്യങ്ങളാണെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ, അതുകൊണ്ടാണ് ഫിനാൻസ് സർജറിയാണ് എന്ന് പറയപ്പെടുന്നത്. ഇനി പ്രധാനമായിട്ടും ഫിനാൻസിൻ്റെ ഒരു 4 പില്ലേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ഓൺട്രപ്രണേഴ്സിനെ എനിക്കറിയാം. എന്താണ് പറയുക, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയ അനുഭവം കൂടി എനിക്കുണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം അല്ലെങ്കിൽ ആറാമത്തെ എന്ന് പറയുന്നത് ടെക്നോളജി ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ബാക്കിയുള്ള 6 ഫംഗ്ഷനിലും എന്തൊക്കെ ടെക്നോളജികൾ ഉപയോഗിക്കണം ഈസി ആകാൻ വേണ്ടിയാണ്. ടെക്നോളജിയുടെ കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് അല്ല, പലപ്പോഴും നമ്മുടെ ടെക്നോളജിയുടെ എന്ത് ടെക്നോളജി ആവട്ടെ, അതേപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D, നമ്മൾ ഈ പറയുന്ന 6 ഫംഗ്ഷനിലും എന്തൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും, പ്രൊഡക്റ്റിൽ, പ്രോസസ്സിൽ, ബാക്കിയുള്ള എല്ലാത്തിലും നമുക്ക് എന്തൊക്കെ റിസർച്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വലിയൊരു വിഷയമാണ് ഇന്നത്തെ. ഏറ്റവും അവസാനത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഏഴാമത്തത് HR ആൻഡ് പീപ്പിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ സ്റ്റാഫ് എന്നൊക്കെ പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഞാൻ ഈ പറയുന്ന ഓൺട്രപ്രണേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന സാധനം, എൻ്റെ സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ ഗംഭീരമല്ല, അല്ലെങ്കിൽ സ്റ്റാഫിന് വേണ്ടത്ര പ്രൊഡക്ടിവിറ്റി ഇല്ല തുടങ്ങിയ കുറേ കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ 7 ഫംഗ്ഷനിൽ ഒന്നാമത്തെ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു HR ആൻഡ് ടീം മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. HR എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് തുടങ്ങി, അവരുടെ എങ്ങനെ ടീം ബിൽഡ് ചെയ്യണം, അവരെ പെർഫോമൻസ് ഓഡിറ്റിങ് എങ്ങനെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു അവയർനെസ് ഉണ്ടായേ പറ്റൂ. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് നമ്മുടെ റിസർച്ചിൽ വന്ന സാധനം ക്യാപിറ്റൽ എന്ന് പറയുന്നത് പോലും ഇന്ന് പ്രധാനമായിട്ടും അതിൻ്റെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ 4ാമത്തെ കാര്യമാണ് നടന്നത്. ഒന്നാമത്തത് എന്ന് പറയുന്നത് ടീം ക്യാപിറ്റലാണ്, രണ്ടാമത്തത് സോഷ്യൽ ക്യാപിറ്റലാണ്, മൂന്നാമത്തത് ഇൻ്റലക്ച്വൽ ക്യാപിറ്റലാണ്, 4ാമത്താണ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ. ഈ 7 ഫംഗ്ഷൻ്റെയും കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞ് സംഗ്രഹിക്കുമ്പോൾ ഈ 7 ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു എബവ് ആവറേജ് നോളജ് ഇല്ലെങ്കിൽ ഒരു ബിസിനസ് നമുക്കൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ഓൺട്രപ്രണേഴ്സായിട്ടുള്ള പല ആളുകളുടെയും പ്രശ്നം ഇതിൽ 1 or 2 കാര്യങ്ങളിലൊക്കെ നമ്മൾ മിടുക്കന്മാരായിരിക്കും. ട്രഡീഷണലി പല ഓൺട്രപ്രണേഴ്സും സെയിൽസിലെ മികവ് കൊണ്ട് ബിസിനസ്സിലെത്തിയപ്പെട്ടവരായിരിക്കും. പക്ഷേ നമുക്ക് 1 or 2 ഈ പറയുന്ന ഫംഗ്ഷനിൽ നമ്മൾ മുമ്പിലാണെങ്കിൽ ആ ഭാഗം ഗംഭീരമാകും. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഗംഭീരമല്ലെങ്കിൽ, ഏറ്റവും മിനിമം ഒരു ആവറേജ് നോളജ് നമുക്കില്ലെങ്കിൽ ഈ ചക്രം അല്ലെങ്കിൽ ഈ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത് ഇപ്പോഴത്തെ ഒരു പുതിയ കാലത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, ഈ പറയുന്ന 7 ഫംഗ്ഷനിലുള്ള 10, 30, 40 സബ്ജക്ട്സുകളാണ് നമുക്ക് പലപ്പോഴും ട്രെയിനിങ്സ് ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ മുഴുവൻ രൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലായാലാണ് ഇത് നമുക്ക് ചേരുമ്പടി ചേർത്തുകൊണ്ട് ഈ സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഈ 7 ഫംഗ്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ പഠനത്തിൽ മനസ്സിലായത്. ഒന്ന്,
ക്ലാരിറ്റി, കപ്പാസിറ്റി ആൻഡ് കറേജ് എന്ന് പറയും. ഇതിൽ ഓരോന്നിനെ കുറിച്ചും നമ്മുടെ ബിസിനസ്സിൻ്റെ വിഷനോ മിഷനോ സ്ട്രാറ്റജിയോ എന്തോ ആവട്ടെ അതിനെക്കുറിച്ച് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവുക. ആ ക്ലാരിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കപ്പാസിറ്റി ഉണ്ടാകുക, കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കറേജ് ഉണ്ടാവുക. മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു കപ്പാസിറ്റിയും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എനിക്ക് തോന്നിയത് സ്ട്രാറ്റജി, സിസ്റ്റം ആൻഡ് ടീമാണ്. 7 ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ 6 ഫംഗ്ഷൻ, 7 ഫംഗ്ഷനിൽ എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു മുൻധാരണ ഉണ്ടാവും. നമുക്കൊരു ഹോളിസ്റ്റിക് ഗോൾ എന്നൊക്കെ പറയും. ആ എന്താണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആ സ്ട്രാറ്റജി നടക്കണമെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ടാവണം. അങ്ങനെ സ്ട്രാറ്റജിയും സിസ്റ്റവും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടീമിനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പം സ്ട്രാറ്റജി, സിസ്റ്റം ആൻഡ് ടീം, അതുപോലെ ക്ലാരിറ്റി, കപ്പാസിറ്റി ആൻഡ് കറേജ്, ഈ 7 ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ബിസിനസ്സിൽ പ്രൊഫഷണലി കൊണ്ടുപോകണമെങ്കിൽ 7 ഫംഗ്ഷൻ്റെയും അതിൻ്റെ എക്സ്പേർട്സും അതിലെ ഈ പറയുന്ന 7 ഫംഗ്ഷനിൽ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് പഠിക്കാനും. നമുക്ക് ഇതിനൊരു ക്ലാസ് കേട്ടതുകൊണ്ട്, ഒരു ദിവസം സെഷൻ കേട്ടതുകൊണ്ട് കാര്യമില്ല. ഇത് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഇതിനൊരു ഹാൻഡ് ഹോൾഡിങ് മെൻറ്ററിങ് സംവിധാനം വരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇത്രയും അധികം റിസർച്ച് നടത്തിയത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പരിഹാരം. എന്താണ് ഇതിനുള്ള പരിഹാരങ്ങൾ? ഇന്ന് സാധാരണയായി നമ്മൾ കാണുന്ന ട്രഡീഷണൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട 3-4 പരിഹാരങ്ങളായിട്ട് നമ്മൾ കണ്ടുവന്നത്, ഒന്ന് ടുഗദർനെസ് ആൻഡ് മോട്ടിവേഷൻ എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഏതെങ്കിലും NGOസിലൊക്കെ നമ്മൾ മെമ്പേഴ്സൊക്കെ ആയിട്ടുണ്ടാകുന്ന ടുഗദർനെസ് ആവാം, മോട്ടിവേഷൻ സ്പീക്കിംഗ് ആവാം. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. നമുക്കറിയാം ഇതിൽ കൂടുതൽ കുറച്ച് സമയത്തേക്ക് നമുക്കൊരു എനർജി കിട്ടും, അതല്ലെങ്കിൽ കുറച്ചൊക്കെ കൂട്ടായ്മകൾ കിട്ടും. പക്ഷേ അതൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആകാൻ എപ്പോഴും പരിമിതികളുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത് ബിസിനസ് ട്രെയിനിങ്സ് ആണ്. ബിസിനസ് ട്രെയിനിങ്സിന് ഏത് ട്രെയിനിങ് ആവട്ടെ, ആ ബിസിനസ് ട്രെയിനിങ്ങിൽ അവിടെ കിട്ടുന്നത് എൻ്റർപ്രണേഴ്സിൻ്റെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ട്രെയിനിങ്സിൽ ഞാൻ ഇത്രയും ഒരു 10-400-ലധികം ബിസിനസ് സെമിനാറിൽ അറ്റൻഡ് ചെയ്തതിന് ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ട്രെയിനിങ്സിൽ ഞാൻ കണ്ട ഒരു പരിമിതി എന്ന് പറയുന്നത്, ഇതൊന്നും മോശമല്ല, എല്ലാം ആവശ്യമുള്ളതാണ്. ഞാൻ ഓൺഗോയിങ് ഓൺട്രപ്രണേഴ്സിൻ്റെ പ്രശ്നവും ചലഞ്ചസും ഡ്രീംസുള്ള ഓൺഗോയിങ് ഓൺട്രപ്രണേഴ്സിൻ്റെ കേസിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു അപ്കമിങ് ഓൺട്രപ്രണേഴ്സോ ഒരു സ്റ്റാർട്ടപ്സിനാണോ ഇതെല്ലാം നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഓൺഗോയിങ് ഓൺട്രപ്രണേഴ്സിന് ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 0 to 10 അവർക്ക് മാർക്ക് ഇടുന്നത് എങ്കിൽ ആ ട്രെയിനിങ്സ് 4 to 7, 4 മുതൽ 7 വരെ മാർക്കുള്ള ആളുകൾക്ക് ഈ ട്രെയിനിങ്സ് ഗംഭീരമായിരിക്കും. 1 മുതൽ 3 വരെയുള്ള ആൾക്കാർക്ക് ഈ സാധനം മനസ്സിലാവില്ല. 7 മുതൽ 10 വരെയുള്ള ആളുകൾക്ക് ഇത് ഇങ്ങനെയൊന്നുമല്ല പറയേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരായിരിക്കും. ഇതാണ് ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ. രണ്ടാമത്തെ ട്രെയിനിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ആ ട്രെയിനിങ് സെഷനിൽ ആരായിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹത്തിന് മോശമൊന്നുമില്ല, അദ്ദേഹം പറയുന്നത് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് 25% കാര്യങ്ങളെ എപ്പോൾ ആവശ്യം ഉണ്ടാവുള്ളൂ. ബാക്കി 75% കാര്യങ്ങൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമുള്ള കാര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ 100% അവിടെ ഇരുന്നേ പറ്റൂ. ഇതൊരു ട്രെയിനിങ് എന്നുള്ള ഈ സംവിധാനത്തിൻ്റെ ഒരു പരിമിതികളാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ബിസിനസ് കൺസൾട്ടൻസിയാണ്. ബിസിനസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് എപ്പോഴും എൻ്റർപ്രൈസസിൻ്റെ മുകളിലെ ഒരു സിസ്റ്റവും ഒരു സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് നിർബന്ധമായിട്ട് വേണ്ടതാണ്. പക്ഷേ ഈ ഓൺട്രപ്രണർക്കോ അദ്ദേഹത്തിൻ്റെ വിഷണറി സ്ട്രാറ്റജിക്കോ വിഷണറി ലീഡർഷിപ്പിനോ അതിൻ്റെ ക്വാളിറ്റി ഇല്ല എങ്കിൽ ഈ സാധനം ആ സ്ഥാപനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൺസൾട്ടൻസിയുടെ സാധനങ്ങൾ പലപ്പോഴും ഈ ഓൺട്രപ്രണർ ഈ കൺസൾട്ടൻറ്റിന് മാജിക് വഴി പറഞ്ഞ് ശരിയാക്കും തെറ്റിദ്ധരിക്കുകയും എന്നാൽ ഇത് പറ്റാതിരിക്കുകയും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ അതാണ്. ഏറ്റവും നാലാമത്തത് എനിക്ക് തോന്നി അക്കാഡമിക് കോഴ്സസ് ആണ്. അതായത് ഇവിടെയുള്ള MBA കോളേജുകളും മറ്റുള്ള ആളുകളൊക്കെ അക്കാഡമിക് കോഴ്സുകൾ നടത്തുന്നു. കുറച്ച് കാലത്തായിട്ട് ഞാനൊരു കേരളത്തിലെ ലീഡിങ് MBA കോളേജുകളുടെ 3 അക്കാഡമിക് കോഴ്സുകളിൽ പങ്കെടുത്തതാണ്. സ്മാർട്ട് CEOയിലൂടെ ഞങ്ങൾ 4 അക്കാഡമിക് കോഴ്സുകൾ ചെയ്ത എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ, ഇതൊരു ഗംഭീര സാധനം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് 200 കോടി ടേൺ ഓവറുള്ള ആളായിക്കോട്ടെ, അതേപോലെ തന്നെ അവിടെ ചെറിയ കച്ചവടം ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഇവരുടെ അടുത്തൊക്കെ ഒരേ ഫീസ് വാങ്ങി ഒരേ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരേ നോളജാണ് നമുക്കിതിൽ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ അവൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് നമുക്കറിയാത്ത വലിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചത്ര വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള 4 ട്രഡീഷണൽ സൊല്യൂഷൻസ് മെത്തേഡായാലും ടുഗദർനെസ് ആൻഡ് മോട്ടിവേഷൻ ആവട്ടെ, ബിസിനസ് ട്രെയിനിങ്സ് ആവട്ടെ, ബിസിനസ് കൺസൾട്ടൻസി ആവട്ടെ, അക്കാഡമിക് കോഴ്സുകളാവട്ടെ, ഇത് നല്ലൊരു മെത്തേഡാണ്. പക്ഷേ ഓൺഗോയിങ് ഓൺട്രപ്രണേഴ്സിന് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ റിസർച്ച് ടീമിൻ്റെ എക്സ്പീരിയൻസിൽ ഇതൊരു 30% താഴെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്നുള്ള സംവിധാനം എന്താണെന്നുള്ളതാണ് നമ്മളിതിൻ്റെ പരിഹാരമായിട്ട് കാണുന്നത്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ 4-5 വർഷത്തെ റിസർച്ച്.
ഈ പ്രാക്ടിക്കൽ സൊല്യൂഷൻ പരിഹാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാരണം ഇത് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരാളുടെ ബുദ്ധിയേ ഉണ്ടാവുള്ളൂ. എല്ലാ ബിസിനസ്സുകാരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമുക്ക് അവിടെ ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. അതിൻ്റെ കാരണം ആ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ സിസ്റ്റം സ്റ്റൈൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയാസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നൊരു സാധനമാണ്. അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും കപ്പാസിറ്റിയൊക്കെ വെച്ചിട്ട് ആ ബിസിനസ്സുകാരൻ അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ എവിടെയോ ചെറിയൊരു പോയിന്റിൽ അദ്ദേഹം സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ നമുക്കൊരു 100 എക്സ്പേർട്സുകളെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവരുടെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് എക്സ്പേർട്സുകളായിട്ടുള്ള ആളുകൾ ഇതിൽ ഇടപെടാൻ പറ്റുമ്പോൾ മാത്രമാണ് നമുക്കൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ പ്രൊവൈഡിങ് കൊടുക്കാൻ കഴിയുള്ളൂ. ഇവിടെയാണ് നമ്മൾ പ്രാക്ടിക്കൽ സൊല്യൂഷൻ പ്രൊവൈഡിങ് പ്ലാറ്റ്ഫോം എന്ന നമ്മളൊക്കെ നിലകൊള്ളുന്ന കാംബ്രിഡ്ജ് അക്കാഡമിയുടെ സ്മാർട്ട് CEO എന്ന് പറയുന്ന ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബിസിനസ് ക്ലിനിക് എന്ന് പറയുന്ന ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത. പർപ്പസ് വേണമെന്നുണ്ട്. ഇതാണ് അവർക്ക് ആവശ്യം. ഇങ്ങനെയായിരുന്നു വേണ്ടത്. ഇത് ഇന്നലകളിൽ അറിഞ്ഞിരുന്നെങ്കിൽ എന്നും കൂടെ നന്നായിരുന്നു. എന്തിനു നിങ്ങൾ സ്മാർട്ട് CEO വന്നുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്ന് പറയുന്നത്. അപ്പം അവർക്ക് റോഡ് ബ്ലോക്ക് സൊല്യൂഷൻസ് കിട്ടിയെന്നുള്ളതാണ് സ്മാർട്ട് CEO എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഒക്കെ തന്നെ അത്തരത്തിലേക്ക് എത്താനുള്ള ആ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഓണ്ടർപ്രണേഴ്സ് നിർബന്ധമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്ത് റോളും പ്ലേ ചെയ്തോളും അത് വിജയിക്കാൻ പറ്റുക. ഇന്റർനാഷണൽ കൺസെപ്റ്റാണ്. ഇത്രയും സമഗ്രമായി ഒരു ലേണിംഗ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്മാർട്ട് CEO ഒരു ലേറ്റസ്റ്റ് ട്രെൻഡാണ് കൊണ്ടുവരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, ആ ഓൺട്രപ്രണറുടെ പേഴ്സണൽ ഡയഗ്നോസിസും ബിസിനസ് ഹെൽത്തും നമ്മൾ സ്കാൻ ചെയ്യും. കാരണം അയാളെ പേഴ്സണൽ ഡയഗ്നോസിസ് നടത്തിയാൽ അദ്ദേഹം 0 to 10 എവിടെയാണെന്ന് മനസ്സിലാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഹെൽത്തിനെ സ്കാൻ ചെയ്താലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഹെൽത്ത് എവിടെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഇയാളെ പേഴ്സണൽ ഡയഗ്നോസിസ്, പേഴ്സണൽ സ്കിൽസ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. കാരണം ബിസിനസ് സ്കില്ല് കൂട്ടിയാലാണ് ആ ബിസിനസ് മോഡലിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കില്ലുണ്ടായിരിക്കാം, ബിസിനസ് മോഡൽ ചിലപ്പോൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടി നമുക്ക് അറിയില്ല. ഇത് സ്കാൻ ചെയ്യുകയും ഡയഗ്നോസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തത് പ്രധാനമായിട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന് എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് നിൽക്കുന്നതെന്നും എങ്ങോട്ടാണ് പോകേണ്ടതെന്നും അറിഞ്ഞാലാണ് നമുക്ക് പോകാൻ കഴിയുള്ളൂ. നമുക്ക് ഗൂഗിൾ മാപ്പിൽ പോലും നമുക്ക് ഡെസ്റ്റിനേഷൻ അടിച്ചു കൊടുത്താലാണ് ഇനി എത്ര സമയമുണ്ട്, എത്ര ദൂരമുണ്ട്, എപ്പോൾ എത്തും എന്ന് അറിയാൻ കഴിയുള്ളൂ. നമുക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ പറ്റില്ല. മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളതിൽ ചെയ്യുന്ന ഒരു സാധനം, അദ്ദേഹത്തിൻ്റെ സ്കിൽസും നോളജും കപ്പാസിറ്റിയും റിസോഴ്സസും ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രം ഉണ്ട്, ഇല്ലെങ്കിൽ അതിലെന്തൊക്കെ ആഡ് ഓൺ ചെയ്യണം. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ പില്ലർ എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ ഏത് സെഗ്മെൻറ്റ് എക്സ്പേർട്സിൻ്റെ സഹായമാണ്, മെൻറ്ററിങ്ങാണ് ആവശ്യമുള്ളത്. ഇതാണ് ഇതിൻ്റെ 4 ബേസിക് പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് 5ാമത്തെ ഏരിയ. എല്ലാ ബിസിനസ്സിനും 7 ഫംഗ്ഷനാണുള്ളത്. ഈ 7 ഫംഗ്ഷനിൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന 7 ഫംഗ്ഷനിലെ കാര്യങ്ങളും ഈ ഓൺട്രപ്രണറുടെ കോമ്പറ്റേറ്ററോ അല്ലെങ്കിൽ മാർക്കറ്റ് ലീഡറോ ചെയ്യുന്ന 7 ഫംഗ്ഷനുകളും തമ്മിലുള്ളൊരു ഗ്യാപ്പായിരിക്കുമല്ലോ ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇതിനു വേണ്ടി അടുത്തൊരു 3 മാസത്തേക്കുള്ള ടാസ്കും ആക്ഷൻ പ്ലാനും ഉണ്ടാക്കി ഈ പറയുന്ന 7 ഫംഗ്ഷൻ്റെയും സെഗ്മെൻറ്റ് എക്സ്പേർട്സുകൾ 3 മന്ത് ഫ്രീ മെൻറ്ററിങ് കൊടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഒരു സംവിധാനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി ബിസിനസ് ക്ലിനിക് ഇൻ കേരള, ഫസ്റ്റ് ടൈം. അതല്ലെങ്കിൽ ഹാൻഡ് ഹോൾഡ് ഓൺട്രപ്രണേഴ്സ് പ്രാക്ടിക്കലി എന്ന് പറയുന്ന ഒരു സംവിധാനം. നമ്മൾ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇരുന്ന് റിസർച്ച് ചെയ്തതിൻ്റെ ആകെ തുകയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ശരി, എന്ത് സർവീസാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ചോദ്യം. ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 1, 2, 3 ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നൊരു സാധനമാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ എക്സ്പേർട്സുമായിട്ട് 10 to 15 മിനിറ്റ്സ് ഫോണിൽ സംസാരിക്കാൻ പറ്റും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു 1 hour 1.5 hour ഈ പറയുന്ന എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇൻട്രാക്ട് ചെയ്യാൻ, ഫ്രീ ഓഫ് ഇൻട്രാക്ട് ചെയ്യാനും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ പറയാനും സൊല്യൂഷൻ കിട്ടാനും ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തെ ഫ്രീ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഫിസിക്കലായിട്ട് 2-2.5 മണിക്കൂർ നമുക്ക് ഇരുന്ന് ഈ എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ കിട്ടാൻ ഓപ്ഷൻ ഉണ്ട്. ഇത് 1, 2, 3 ഫ്രീ ആണ്. നാലാമത്തത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സ്മാർട്ട് CEOയുടെ ഓഫീസിൽ വന്നുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രമിസസിൽ അങ്ങോട്ട് വന്നുകൊണ്ടോ, അതുമല്ലെങ്കിൽ 3 ദിവസം നമ്മൾ റിസോർട്ടിൽ സ്റ്റേ ചെയ്തുകൊണ്ടോ വിത്ത് ഈ പറയുന്ന 7 ഫംഗ്ഷൻ്റെയും എക്സ്പേർട്സുമായി ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് 3 മാസത്തെ ഫ്രീ മെൻറ്ററിങ് തരുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിതിൽ രജിസ്റ്റർ ചെയ്യുക. ഓഫീസിൽ നിങ്ങൾ ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു വെരി മച്ച്. നമുക്ക് നേരിൽ കാണാം.